Hi friends, എല്ലാവർക്കും എൻ്റെ ചാനൽ ടേസ്റ്റ് ആൻഡ് ടെക്കിലേക്ക് സ്വാഗതം. ഇതിൻ്റെ പുതിയ ചാനലാണ്, അതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രാജസ്ഥാനിലുള്ള ഒരു ലാപ്സി എന്ന് പറയുന്ന ഒരു റെസിപ്പിയാണ്. അതിന് നമുക്ക് ഫസ്റ്റ് ആവശ്യമുള്ളത് നുറുക്ക് ഗോതമ്പാണ്. പിന്നെ നമുക്ക് വെള്ളം ആവശ്യമുണ്ട്. ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്ത് 1 ടീസ്പൂണ് ഘീ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നുറുക്ക് ഗോതമ്പ് ഇട്ടിട്ട് നുറുക്ക് ഗോതമ്പൊന്ന് വറുത്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്നും ചെയ്യരുത്, ലോ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് ഒന്ന് വറുത്തെടുക്കണം. ഒരു 5 മിനിറ്റ് എടുക്കുകയുള്ളൂ. നമുക്കിതിൻ്റെ കളറൊന്ന് ലൈറ്റ് ബ്രൗൺ ആക്കുന്നവരെ വറുത്തെടുക്കണം. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യേണ്ടത് ചൂടുവെള്ളമാണ്. ചൂടുവെള്ളം തന്നെ ആഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഈ നുറുക്ക് ഗോതമ്പെല്ലാം ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. നമ്മൾ ഉപ്മാവൊക്കെ നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്മാവൊക്കെ ഉണ്ടാക്കുന്നവരെ നമ്മൾ വെള്ളം ആഡ് ചെയ്ത് നുറുക്ക് ഗോതമ്പ് സോഫ്റ്റ് ആക്കുന്നില്ല, അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്കിത് സോഫ്റ്റ് ആക്കി എടുക്കണം. സോ അതിനാവശ്യമുള്ള വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യണം. ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ചെയ്താൽ മതി. ഫസ്റ്റ് വെള്ളം ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സാക്കി നമുക്കിതിൻ്റെ അകത്ത് ലിഡിട്ട് മൂടിയിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കിയാൽ മതി അടിയിൽ പറ്റി പിടിക്കുന്നുണ്ടോയെന്ന്. ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നുറുക്ക് ഗോതമ്പെല്ലാം നല്ലോണം സോഫ്റ്റായി കിട്ടണം. ഇനിയും ഇത് കുറച്ച് നേരം നമുക്ക് സോഫ്റ്റാക്കി എടുക്കണം. ഒന്നുകൂടെ മൂടി വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം കൂടെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള വെള്ളം ഫുള്ള് വറ്റിപ്പോയിട്ടുണ്ട്. നുറുക്ക് ഗോതമ്പോ നല്ലോണം സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ശർക്കര ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കാം. നമുക്ക് ഈ ശർക്കര ഒന്ന് ഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിലിട്ടിട്ട് അമ്മിയെടുത്തൊന്ന് ഇടിച്ചാൽ തന്നെ നമുക്കിത് പൊടി പൊടിയായി കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം ഒന്ന് നല്ലോണം മിക്സ് ആക്കണം. നമ്മൾ പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിലിട്ടിട്ട് ഇതൊന്ന് ഇടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, വെള്ളം ഒന്ന് ഇടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് കവർ വേഗം ക്ലീൻ ആക്കാൻ പറ്റും. അല്ലെങ്കിൽ അമ്മിയെല്ലാം ക്ലീൻ ആക്കാൻ ഭയങ്കര ഇടങ്ങാറായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇത് കുറച്ച് വെള്ളം പോലെ ലിക്വിഡായിട്ട് തന്നെയാണ് ഉള്ളത്. നമുക്കിത് ഫുള്ള് വറ്റിച്ചെടുക്കണം. ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് അമ്പലത്തിന് കിട്ടുന്ന ഒരു പ്രസാദമില്ലേ, ഏകദേശം അതിൻ്റെ പോലെ തന്നെയാണ്. ഞാൻ ഡെയിലി ഇതുപോലത്തെ പുതിയ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. കൂടാതെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ടെക് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അണ്ടിപ്പരിപ്പാണ് ഇടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലോണം മിക്സ് ആക്കാം. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു ലിക്വിഡ് ഫോം പോകുന്നത് വരെ നമുക്കിത് ഇളക്കിക്കൊണ്ടേ നിൽക്കണം. വെള്ളം ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വെറുതെ ഗ്യാസിലിടാൻ പാടില്ല, ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കണം. നമ്മുടെ ലാപ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ കുക്ക് ചെയ്യുന്നുള്ളൂ. പിന്നെ ഈ കാരമലൈസ് ആവാണ്ട് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് വേണമെങ്കിൽ ലെമൺ ഇട്ടെടുത്താൽ മതി, ലെമൺ ജ്യൂസ് ഇട്ടെടുത്താൽ മതി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.